നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താന്ന്. നമ്മൾ ലൈക്ക് അടിക്കണ സമയത്ത് ആ സൈഡിൽ ഹൈപ്പ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് കുറച്ച് പോയിന്റ്സും കാര്യങ്ങളും വരും. അപ്പൊ അത് ഹൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോസിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം 2-3 പേരിനോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താന്ന്. അപ്പൊ ആഴ്ചയില് 3 വീഡിയോസിന് മാത്രം ഒരാൾക്ക് ഒരു ഫോണിൽ നിന്ന് ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രുതി ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഭാമിയോട് ചെന്ന് തന്റെ വിഷമങ്ങളൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ചന്ദ്രമതി തന്നോട് ഇപ്പൊ പെരുമാറുന്ന എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഭാമ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ചന്ദ്രയെ ഒന്ന് വിളിച്ച് ഉപദേശിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടെ അവൾ അനുസരിക്കും, എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാനായിട്ട് മോളും സുധിയും തമ്മിലുള്ള ബന്ധം ഉറപ്പിച്ച. അപ്പം നിങ്ങൾക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടേ അതിൽ ഇടപെടാൻ. അതുകൊണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ കണ്ടെത്തിയ മരുമോളാണല്ലോ ചന്ദ്രമതിക്ക് നീയ, അതുകൊണ്ട് നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ചന്ദ്രമതി ഭാമയെ കാണാൻ വരുന്നുണ്ട്. ഭാമയെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭാമ ചന്ദ്രമതിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, അവളെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ എന്ത് ഫ്രോഡാന്നറിയാവോ? എന്റെ സുധിയേയും കൂടെ വഴി തെറ്റിച്ച് അവള് 53 ലക്ഷം രൂപ വാങ്ങിച്ചെടുത്തിട്ട് ഒരു വാക്ക് പോലും മിണ്ടാതെ അവളും അവനും കൂടെ ചേർന്നിട്ട് കട തുടങ്ങി. പക്ഷെ അവൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് അവള് സമ്മതിക്കാതിരുന്നാന്ന് പറഞ്ഞു. ആ സമയം ഭാമ പറഞ്ഞു, അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സുധി ഇങ്ങനെ ഒന്നുമല്ലാതെ നടക്കുന്ന കണ്ടപ്പോ, ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന കണ്ടപ്പോ അവക്ക് തോന്നിയതായിരിക്കും. ഭാമേ, അതിന് അവള് സ്വന്തം വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണമായിരുന്നു. അവളുടെ അച്ഛനുണ്ടല്ലോ, എന്നിട്ട് എന്താ അവള് പണം വാങ്ങാത്തെ? അത് പിന്നെ അച്ഛൻ ജയിലിലല്ലേ, ജയിലിലാന്ന് വിചാരിച്ചോണ്ട് പണം വാങ്ങണ്ടായിരുന്നോ? അവള് പറഞ്ഞെന്താ, അവളുടെ അച്ഛൻ തന്ന പണത്തിനാണ് കട തുടങ്ങിയെന്നല്ലേ. ശരിക്കും അങ്ങനെയല്ലേ വേണ്ടിയിരുന്നേ. എന്നിട്ടോ രവിയേട്ടൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പൈസ അവള് കൊണ്ടുപോയി ഇങ്ങനെ ആക്കി വിട്ടെ. ഈ സ്ഥാനത്ത് രേവതിയോ വർഷയൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യില്ല. ഇതിനേക്കാളും 100 ഭേദം രേവതി തന്നെയാണ്. ഞാൻ മനസ്സിലാക്കാതെ പോയെന്ന് പറഞ്ഞു. ഭാമ പറഞ്ഞു, പോട്ടെ ചന്ദ്രെ, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു. നിന്റെ മകന്റെ ഭാര്യയല്ലേ ശ്രുതി. നിന്റെ മകനും തെറ്റ് ചെയ്തു. രണ്ടുപേരും ഒരേപോലെ തെറ്റ് ചെയ്തപ്പം നീ ഇവനെ ഒരാളെ തന്നെ ശിക്ഷിക്കുന്നത് ശരിയാണോ? പോരാത്തിന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൾ കോടീശ്വരായ മരുമാളാ. അവളുടെ അച്ഛന് ഇഷ്ടം പോലെ കാശുണ്ട്. അവൾക്ക് ഈ 53 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വെറും പുല്ല. അവളുടെ അച്ഛനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ, ആ സെക്കൻഡ് കോടികൾ വെള്ളം കിട്ടും. അപ്പൊ പിന്നെ അവളെ പിണക്കി മാറ്റി നിർത്തുന്നത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒടുവില് ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പക്ഷെ അവളെ അത്രയ്ക്ക് അങ്ങോട്ട് കണ്ട് ഞാൻ വിശ്വസിക്കില്ല. ഇനി ഒരിക്കലും അവളെ ഞാൻ തലയിലേക്ക് എടുത്ത് വെക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും ചന്ദ്രെ, ഒരു തവണത്തേക്ക് നീ ക്ഷമിക്കാനൊക്കെ പറഞ്ഞു. ഒടുവിൽ ചന്ദ്രമതി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നപ്പോ രവീന്ദ്രനും പറഞ്ഞു, ചന്ദ്രെ, ശ്രുതിയെ കൊണ്ട് നീ ഇങ്ങനെ ഇമാതിരിട്ട് കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. ഒരു കാര്യം ചെയ്യ, നീ അവളോടൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞു. പിന്നെ ക്ഷമിക്കാനോ രവിയേട്ടാ, അവൾ എത്ര വലിയ തെറ്റാ ചെയ്തെന്നറിയാവോ? എന്റെ സുധി എത്ര പാവം പിടിച്ച ചെക്കനായിരുന്നു. അവനെ കൂടെ വഴി തെറ്റിച്ച് അവളെ ഒറ്റയൊരുത്തിയ. ദേ അത് മാത്രം നീ പറയരുത്. സുധി പാവം പിടിച്ചൊരു ചെക്കൻ. എടി, നീ ഇത്രയായിട്ടും അവന്റെ സ്വഭാവം പഠിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. അവൻ പക്ക തരികിടയാന്നുള്ള കാര്യം അറിയാലോ. ചന്ദ്രപതി പറഞ്ഞു, എന്നാലും രവിയേട്ടാ, അതെ, കല്യാണം കഴിഞ്ഞു കഴിയുമ്പത്തേനും അവന് നേർവഴിക്ക് നടത്തേണ്ട ആളാരാ? ശ്രുതിയല്ലേ. അതിന് പകരം അവളെന്ത് ചെയ്തു? അവനോടൊപ്പം ചേർന്നിട്ട് എന്തൊക്കെ പ്രവൃത്തികളാണ് കാണിച്ചു കൂട്ടിയത് നമ്മൾ പോലും അറിയത്തില്ലാതെ. അതൊന്നും പെട്ടെന്ന് അങ്ങനെ പുറക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം രേവതിയുടെ അടുത്തേക്ക് ചന്ദ്രമതി എന്നു. ചന്ദ്രമതി എന്ന് സംസാരിക്കണ സമയത്ത് രേവതിയോട് പറഞ്ഞു, എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത്രയും നാളത്തിന്റെ അനുഭവത്തിലേക്ക് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത്, അതും എന്റെ മരുമകളുടെ പക്ഷത്തുനിന്ന്. അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അമ്മേ, ശ്രുതിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നേ, ഒരബദ്ധമൊക്കെ ആർക്കും പറ്റില്ലേ, വിട്ടുകള, അമ്മ അവളോട് ക്ഷമിച്ചു കളയാന്നൊക്കെ പറയുന്നുണ്ട്. രേവതി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ശ്രുതിയെ. ചന്ദ്രമതി പറഞ്ഞു, നീ ആയതുകൊണ്ടാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ. നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊന്നും പറയില്ല. കാരണം ശ്രുതി ആണെങ്കിലും ഞാനാണെങ്കിലും നിന്നെ കുറെ അധികം ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും നിനക്ക് അങ്ങനെയൊന്നും ഇല്ല, നീ അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. നീ നല്ല രീതിയിൽ തന്നെയല്ലേ എന്നോട് പെരുമാറുന്നേ. അത് നിന്റെ മനസ്സിന്റെ വലിപ്പം, അതുകൊണ്ടാ നീ എങ്ങനെയൊക്കെ പറയണേ. പക്ഷെ എനിക്ക് അവളോട് പെട്ടെന്ന് അങ്ങനെ പൊറുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, അങ്ങനെ പറയരുതമ്മേ. അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോ അവൾക്ക് നല്ല വിഷമം വന്നിട്ടുണ്ട്. ഇത്രയും കാലം അങ്ങനെ ആയിരുന്നില്ലല്ലോ.
അമ്മയുടെ ഇഷ്ട മരുമകളായിരുന്നല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞപ്പം ശ്രുതിക്ക് നല്ല മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമായിരുന്നു. അതിനുശേഷം ചന്ദ്രമതി രവീന്ദ്രനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്നിട്ട് ചന്ദ്രമതിയുടെ കാലിൽ വീഴുവാണ്. ആൻറ്റി എന്നോട് ക്ഷമിക്കുക ആൻറ്റി, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. എന്നോട് പൊറുക്ക്. ഇനി എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത്, എന്നെ ഒറ്റപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞ് കാലെ കെട്ടിപ്പിടിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, എന്താ ചന്ദ്ര ഇത്, ഇത്രയൊക്കെ ക്ഷമ ചോദിച്ചിട്ടും ഇനി നീ അവളോട് ക്ഷമിച്ചില്ലെങ്കിൽ ദൈവദോഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് ഒടുവിൽ ചന്ദ്രമതി ക്ഷമിക്കാന്നായി. ആ സമയത്ത് സച്ചു പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ക്ഷമയൊക്കെ കൊടുത്തു, പക്ഷേങ്കിൽ അച്ഛൻ്റെ 53 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. ആ ഷോപ്പിന്റെ ഓണറായിട്ടിരിക്കുന്ന ആരാ? സുധിയല്ലേ? അത് പറ്റില്ല. അച്ഛന്റെ ഷോപ്പ് ഇനി അച്ഛന് സ്വന്തമാ. ഇനി ആ മാനേജർ കസേരയിൽ ഇരിക്കേണ്ട ആളെ അച്ഛനാന്ന് പറഞ്ഞു, വേറെ ആരും അല്ലേ ഇരിക്കണ്ടേ. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഒരു ഞെട്ടലുണ്ടായി. ശ്രുതി വെച്ച്, നീ എന്തൊക്കെയാടാ പറയണേ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? ശരിയായിട്ടുള്ള കാര്യല്ലേ? ആ കസേരയിൽ ഇരിക്കേണ്ടത് അച്ഛനാണ്. അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലം അത്. അച്ഛൻ വേർപ്പൊഴിക്കുണ്ടാക്കിയ പണവാ. ആ പണത്തിനുണ്ടാക്കിയ ഷോപ്പിൽ അച്ഛൻ ആ കസേര കയറിയിരിക്കും. അവിടെ അധികാരം സ്ഥാപിക്കാൻ ആരും ചെല്ലണ്ട. പിന്നീട് വർഷയോട് ശ്രീകാന്തനോട് ചോദിച്ചു, അല്ല അച്ഛന്റെ പണം നിങ്ങൾക്ക് വേണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അത് വേണ്ട, ആ കസേര ഇരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അത് അവിടെ അച്ഛൻ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. സച്ചിക്കും രേവതിക്കും സന്തോഷം സമാധാനമായി. ചന്ദ്രമതി പറഞ്ഞു, അത് നല്ലൊരു കാര്യമായിട്ടാ തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ രവിയേട്ടൻ തന്നെ ആ കസേരയിൽ ഇരിക്കട്ടെ, അതാണ് നല്ലതെന്ന് പറഞ്ഞു. രവിയേട്ടന്റെ അധ്വാനത്തിന്റെ ഫലമല്ലേ അത്. അതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര വിഷമമായി. ശ്രുതിയും കൂടെ മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് പറഞ്ഞു, ഇപ്പൊ സമാധാനമായല്ലോ. എന്തായിരുന്നു നിനക്ക്? എടാ, ഞാനിവിടെ നിന്റെ അമ്മയുടെ തല്ലും കൊണ്ട് കിടന്നപ്പോ നീ എന്നെ തിരിഞ്ഞു നോക്കിയോ? നിനക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നല്ലോ, അതിനുള്ള ശിക്ഷ കിട്ടിയത് കണ്ടോ? ഇപ്പോഴാണ്ടേ സച്ചി പറഞ്ഞ കേട്ടോ, ആ കസാര കയറി അച്ഛൻ ഇരിക്കട്ടെ എന്ന്. അപ്പൊ അതാണല്ലേ കാര്യം. ഇത് കേട്ടപ്പോ ശ്രുതിയോട് ഞെടി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ അമ്മ തല്ലിയപ്പം ഞാൻ മാറുന്നത് എന്തുകൊണ്ടാന്ന് നിനക്കറിയാലോ. ഞാൻ അതിന്റെ അടുക്കിലേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെയും തല്ലും. അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. ഈ സമയം ശ്രുതി പറഞ്ഞു, അതില്ലേലും അങ്ങനെയാണല്ലോ, ഞാൻ വന്നു കയറിയവളാണല്ലോ. നിങ്ങൾ സ്വന്തം മകനും, അപ്പൊ നിങ്ങളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നോവും. ഞാനാകുമ്പം ചെണ്ടയാണല്ലോ, ആർക്ക് വെള്ളം വന്ന് കൊട്ടാലോ എന്ന് പറഞ്ഞു. ഇങ്ങനൊന്നും പറയരുത് ശ്രുതി എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ പറയണം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എൻ്റെ ബുദ്ധിയും കൂടെ ഉപയോഗിച്ചിട്ടാണ് 53 ലക്ഷം രൂപ വാങ്ങിച്ചെടുത്തത്. ഞാനില്ലായിരുന്നെങ്കിൽ ആ നീലിമയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിയെടുക്കുമായിരുന്നോ? ഒരു കാരണവശാലില്ല. എന്നിട്ട് ആ പണം കൊണ്ടാണ് ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. ആ കട നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ആ ഷോപ്പ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സച്ചി പറഞ്ഞത് കേട്ടോ. സച്ചി അങ്ങനെ പലതും പറയും, ആ ഷോപ്പ് വിട്ടു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി മുറിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. ഷോപ്പിന് വേണ്ടുന്ന 53 ലക്ഷം രൂപ അത് രവിയേട്ടൻ്റെ പൈസയാണ്. ആ പൈസ ഒന്നെങ്കിൽ രവിയേട്ടന് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ രവിയേട്ടനെ ഷോപ്പിൽ ഇരുന്നോട്ടെ മാനേജറായിട്ട്. സച്ചി പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. രവിയേട്ടൻ അവിടെ ഷോപ്പിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി ചോദിച്ചു, അതെങ്ങനെ ശരിയാവുമേ? ഷോപ്പ് തുടങ്ങി ഞാനല്ലേ? എടാ, നീ ഷോപ്പ് തുടങ്ങി സമ്മതിച്ചു, പക്ഷെ പണം ആരുടെയാ? നിന്റെ അമ്മായിച്ചൻ്റെ ഒന്നും അല്ലല്ലോ. നീയല്ലേ പറഞ്ഞ നിന്റെ അമ്മായിച്ചൻ്റെ പണമെന്ന്? നിന്റെ ഭാര്യ കൊണ്ടു തന്ന പണമെന്ന്. ആ പണമല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ ഇവളും കൂടെ ആ പണവും കൂടെ 53 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ ഷോപ്പ് അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. ശ്രുതി ചോദിച്ചു, എവിടെ നിന്ന് പണം ഉണ്ടാക്കാനായിട്ട്? അറിയത്തില്ലല്ലേ? ഒരു കാര്യം ചെയ്യാം, ശ്രുതിയുടെ അച്ഛനുണ്ടല്ലോ, ശ്രുതിയുടെ അച്ഛനോട് ചോദിച്ചാൽ മതി. ശ്രുതി, നീ ഒരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛനോട് പണം വാങ്ങിച്ച് രവിയേട്ടന് കൊടുക്ക്, എന്നിട്ട് ആ കട എടുത്തോളാൻ പറഞ്ഞു. അല്ല ആൻറ്റി, അത് പിന്നെ എൻ്റെ അച്ഛൻ ജയിലിലല്ലേ? ജയിലില്ലാന്ന് ഓർത്തോണ്ട് നിന്റെ അച്ഛൻ്റെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഇല്ലേ? നിന്റെ ഒരു അങ്കിളുണ്ടല്ലോ, അയാളോട് വിളിച്ചു പറഞ്ഞാൽ മതി. ആ ഇളയച്ചനോട് വിളിച്ചു പറഞ്ഞിട്ട് പൈസയുടെ കാര്യം റെഡിയാക്കാൻ പറഞ്ഞാൽ മതി. എന്നിട്ട് ആ ഷോപ്പ് എടുത്തു. അല്ലെങ്കിൽ അവിടെ രവിയേട്ടൻ വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞാൽ കസാരയില്ല, രവിയേട്ടനായിരിക്കും ഇനി വന്ന് ഷോപ്പ് നോക്കുന്നതെന്ന്. കർണത്തടി കിട്ടിയ പോലെ പോയി ശ്രുതിക്കും എന്തേലും പറയാൻ പറ്റുമോ? പെട്ടുപോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഒടുവിൽ ശ്രുതി പറഞ്ഞു, ശ്രുതി, പണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ സച്ചി നമുക്കിട്ട് പണി തരും. അച്ഛനെ കൊണ്ടുവന്ന് കസാലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുമല്ലാതായി തരുമെന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയണ്ടായിരുന്നില്ല. ആ സമയം സച്ചിക്കും രേവതിക്കും ഭയങ്കര സന്തോഷമായിരുന്നു.
ഇനിയിപ്പോൾ അച്ഛനാണ് ആ ഷോപ്പ് നടത്താനായിട്ട് പോകുന്നത്. അവരെന്തായാലും പൈസ കൊടുക്കില്ലെന്നറിയാം. അപ്പോൾ അച്ഛൻ വേണ്ടി ഷോപ്പ് നടത്താനായിട്ട്. പിന്നീട് പതിവ് പോലെ തന്നെ ശ്രുതി രാവിലെ വരെ കടയിലേക്ക് പോയി. ശ്രുതിയും ചെല്ലുന്നുണ്ട്. ഈ സമയം സച്ചി രവീന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛ പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു. എന്തിനാടാ മോനെ? അതൊക്കെ കൊണ്ട് റെഡിയാകുക. ചന്ദ്രമതി കൊണ്ട് റെഡിയാകാൻ പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചിട്ട് പറഞ്ഞില്ല. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു. ശ്രീകാന്തിനെ വർഷയെ വിളിച്ചിട്ട് ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞു. ശ്രുതി നടത്തിക്കൊണ്ട് പോകുന്ന ഷോപ്പിലേക്ക്. ഒടുവിൽ അവരെങ്ങോട്ട് ചെന്നു. അവർ ചെന്ന് കഴിഞ്ഞിട്ട് ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിൻ രേവതി ഒക്കെ വരുന്നുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി അമ്പരന്ന് പോയി. ശ്രുതി പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു, ദേ ശ്രുതി, അവരൊക്കെ വന്നിട്ടുണ്ട്, കാര്യം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി ചോദിച്ചു, എന്താ വെച്ചാൽ കാര്യം എന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, നീ ആ കസേരയിലൊന്ന് എഴുന്നേറ്റ്. എന്താ കാര്യം? കസേരയിൽ എഴുന്നേക്കാൻ പറഞ്ഞു. പിന്നീട് രവീന്ദ്രനെ അവിടെ പോയി പിടിച്ചെടുത്തുവാണ്. അച്ഛൻ വേണം ഇനി മുതൽ കടയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ഇവൻ വേണേ ഒരു തൊഴിലാളിയായിട്ട് നിന്നോട്ടെ എന്ന് പറഞ്ഞു. ശ്രുതി വെച്ച്, തൊഴിലാളിയോ? ഞാനാ? അല്ലാതെ പിന്നെ നീ തൊഴിലാളി ഇനി മുതൽ. ഈ സമയം മഹേഷിനോട് വിളിച്ച് 2 മാലയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സച്ചി ഒരു മാല കൊണ്ടുവന്ന് രവീന്ദ്രന്റെ കഴുത്തിലിട്ടു. ഇപ്പൊ സെറ്റായി കണ്ടോ. പുതിയതായിട്ട് നമ്മളൊരു കസേരയിലിരിക്കുമ്പോൾ അതിൻ്റെ രീതിക്ക് വേണ്ടേ. രേവതിയോട് പറഞ്ഞു, രേവതി അമ്മയ്ക്ക് നീ കൊണ്ട് മാല ഇടാൻ പറഞ്ഞു. അങ്ങനെ രേവതി ഒരു പൂമാലയൊക്കെ ചന്ദ്രയുടെ കഴുത്തിലിടുന്നുണ്ട്. ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ രണ്ടുപേരും കൂടെ നിൽക്കുകയാണ്. ശ്രുതിക്ക് സഹിക്കാൻ പറ്റിയില്ല. ദൈവമേ, ഇത്ര നാളും കഷ്ടപ്പെട്ട് വെറുതെ ആയല്ലോ എന്നൊരു ചിന്ത. ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞു, അടിമേടിച്ചു, എല്ലാം വെറുതെ ആയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ശ്രുതി അങ്ങോട്ട് മാറിപ്പോവാണ്. ഈ സമയത്താണ് അഭിലാഷ് സാർ വരുന്നത്. അയാളാണ് ആ വലിയ ഇന്റർനാഷണൽ ഡീലർഷിപ്പൊക്കെ ശ്രുതിക്ക് കൊടുത്തത്. അങ്ങനെ കുറെ പൈസ ശ്രുതി ഉണ്ടാക്കുകയും ചെയ്ത. അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ശ്രുതി ഓടി ശ്രുതിയുടെ അടുത്തേക്കുന്നു. അത് അഭിലാഷ് സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. കസാലിലിരിക്കുന്ന ആള് രവീന്ദ്രനാണല്ലോ. അങ്ങനെ അയാൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് ആകപ്പാടെ ടെൻഷനായി. ശ്രുതി ആ കസാര കയറി ഇരിക്കാൻ നോക്കി. പക്ഷെ സച്ചി വിട്ടില്ല. ഒടുവില് അഭിലാഷ് സാർ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെ? ഫാമിലി മുഴുവൻ ഉണ്ടല്ലോ, ഇതെന്താ മാലയൊക്കെ ഇട്ടുണ്ട്? രവീന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾ കുറച്ചു കാലം കൂടി ഇങ്ങോട്ട് കടയിലേക്ക് വരുന്നേ. ആ സമയത്ത് ശ്രുതി മാലയൊക്കെ ഇട്ടെന്നാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് സച്ചി വിശേഷങ്ങൾ? സച്ചിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. പിന്നീട് ശ്രുതിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഡീലർഷിപ്പൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല സാറെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് സബ് ഡീലേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. കാരണം ശ്രുതിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ശ്രുതി അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, സാധനം കൊടുക്കാന്ന് പറഞ്ഞു. സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരെല്ലാരും കൂടെ ഇറച്ചി വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, എന്ത് പരിപാടിയാടാ നീ കാണിക്കണേ? വിളിച്ചിട്ട് നീ ഫോണും എടുക്കുന്നില്ല, ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. ആ സമയം അഭിലാഷ് സാർ ഇടപെട്ടു. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ഇവൻ ഞങ്ങളോടെ സാധനം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അഡ്വാൻസ് പേയ്മെന്റ് നടത്തി. പക്ഷെ ഇതുവരെയും സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അഭിലാഷ് സാർ ശ്രുതിനെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് എന്ത് ഉത്തരം പറയണം നടത്തില്ല. പെട്ടെന്ന് അഭിലാഷ് സാർ പറഞ്ഞു, അതെ സാധനം ഉടനെ തന്നെ എത്തും. ജപ്പാനിൽ നിന്ന് കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷെ എത്താനുള്ള കുറച്ച് താമസം വന്നുകൊണ്ടാ. സാരമില്ല, അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞു. ആ ഉറപ്പിന്മേൽ അവരങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും അഭിലാഷ് സാർ ശ്രുതിക്ക് നേരെ തിരിഞ്ഞു. ശ്രുതി, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? സബ് ഡീലേഴ്സ് നിനക്ക് അഡ്വാൻസ് പേയ്മെന്റ് തന്നായിരുന്നു എന്ന് ചോദിച്ചു. തന്നു. എന്നിട്ട് നീ എന്റെ അക്കൗണ്ടിലേക്ക് എന്താ ഇടാതിരുന്നേ? നീ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടില്ലോ, പൈസ ഇട്ടില്ലോ, കാര്യം എന്താന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയെ പൊരിച്ചെടുക്കുകയാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, അത് പിന്നെ സാറേ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട. അപ്പം നീ ഇങ്ങനത്തെ ഒരുത്തനായിരുന്നല്ലേ? രവീന്ദ്രൻ പറഞ്ഞു, സാറേ അതൊരു ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായി. ശ്രുതി ഒരു വീട് മേടിക്കാൻ ശ്രമിച്ചായിരുന്നു പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, ഞാൻ പറയാ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ ശ്രുതിയുടെ അടുത്ത് തിരിഞ്ഞിട്ട് ചോദിച്ചു, അതെ നിങ്ങളൊന്നും അല്ലേലും ഒരു ബിസിനസ്മാനാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ബിസിനസ്സിന് മുടക്കേണ്ട പൈസ ആദ്യം നിങ്ങളെ വീട് മേടിക്കാണ്ട് ഉപയോഗിക്കുകയാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണോ ഒരു ബിസിനസ്മാൻ ചെയ്യേണ്ടത്? കിട്ടേണ്ട പൈസ അത് വെച്ച് ബിസിനസ് ഒന്നുകൂടെ കൂട്ടിക്കൊണ്ട് വരികയോ ചെയ്യേണ്ടത്. അല്ലാതെ കിട്ടുന്ന പൈസ ഉപയോഗിച്ച് വീട് പണിയല്ല ചെയ്യേണ്ടത്. അതിനി നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് ഡീലർഷിപ്പ് ഒന്നും തരാൻ പാടില്ലാത്തന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അങ്ങനെ പറയില്ല സാറേ എന്ന് പറഞ്ഞു. ആ സമയം അഭിലാഷ് സാർ പറഞ്ഞു, സച്ചി പറഞ്ഞുകൊണ്ട് മാത്രം, സച്ചി പിന്നെ രവീന്ദ്രൻ സാറും പറഞ്ഞുകൊണ്ട് മാത്രം തനിക്ക് ഈ തവണ കൂടെ ഞാൻ ഡീലർഷിപ്പ് തരുന്നു. അല്ലായിരുന്നെങ്കിലോ തനിക്ക് ഒരു കാരണവശാലും ഞാൻ ഡീലർഷിപ്പ് തരത്തില്ലായിരുന്നു പറഞ്ഞു. നിന്നെപ്പോലെ ഒരാള് ഒരു കാരണവശാലും ഈ കസലിരിക്കാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ശ്രുതിയും കൂടെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.